നമസ്കാരം. ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് മരങ്ങൾ പ്രധാനമായ ഒരു ഘടകമാണ്. ആ മരങ്ങളെ കേരളത്തിൽ എങ്ങനെയൊക്കെയാണ് സംരക്ഷിച്ചിരുന്നത് എന്നുള്ള ചില പ്രത്യേകതകൾ ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിലൊന്നാമത്തേത് നാൽപ്പാമരം എന്താണെന്നറിയണം. 4 തരം ആൽമരങ്ങളുടെ കൂട്ടത്തെയാണ് നാൽപ്പാമരം എന്ന് പറയുന്നത്. അത്തി, ഇത്തി, അരയാൽ, പേരാൽ എന്നിവയാണ് ഈ 4 എണ്ണം. ധാരാളം ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന ഈ മരങ്ങൾ ഇവ ചർമ്മ സംരക്ഷണത്തിനുള്ള സൗന്ദര്യക്കൂട്ടുകളിലും ഉപയോഗിക്കാറുണ്ട്. ഇത് ഒന്നാമത്തെ ഒരു പ്രത്യേകതയാണ്. രണ്ടാമത്, നമുക്ക് നക്ഷത്ര വൃക്ഷങ്ങളുണ്ട്. ഭാരതീയ ജ്യോതിശാസ്ത്രപ്രകാരം ഓരോ ജന്മനക്ഷത്രത്തിനും ഓരോ വൃക്ഷമുണ്ട്. ഓരോരുത്തരും തങ്ങളുടെ നക്ഷത്ര വൃക്ഷത്തെ നട്ടു സംരക്ഷിക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് പണ്ട് ആളുകൾ വിശ്വസിച്ചിരുന്നത്. ആ വിശ്വാസം നമ്മുടെ വീട്ടുപറമ്പുകളിൽ ധാരാളം മരങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു കാരണമായി. 27 നക്ഷത്രങ്ങൾക്കുമായി 27 വൃക്ഷങ്ങളുള്ളതിൽ 20 വൃക്ഷവും ഔഷധ വൃക്ഷങ്ങളാണ്. ആചാരത്തിൻ്റെ പ്രാധാന്യം ഇത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓരോരുത്തരും അവരുടെ നക്ഷത്ര വൃക്ഷങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ജൈവ വൈവിധ്യ സംരക്ഷണത്തിൻ്റെ പങ്കാളികളായി മാറുന്നു. ആ നക്ഷത്ര വൃക്ഷങ്ങളും ആ നക്ഷത്രവും ഏതാണ് എന്നുള്ളതാണ് ഇനിയും നിങ്ങളോട് പറയുന്നത്. അശ്വതി നക്ഷത്രത്തിന് കാഞ്ഞിരം, ഭരണി നക്ഷത്രത്തിന് നെല്ലി, കാർത്തികയ്ക്ക് അത്തി, രോഹിണി ഞാവൽ, മകയിരം കരിങ്ങാലി, തിരുവാതിര നക്ഷത്രത്തിന് കരിമരം, പുണർദത്തിന് മുള, പൂയനാളിന് അരയാൽ, ആയില്യം നക്ഷത്രത്തിന് നാങ്ക്, മകം നക്ഷത്രത്തിന് പേരാൽ, പൂരം നക്ഷത്രത്തിന് ചമത, ഉത്രം നക്ഷത്രത്തിന് ഇത്തി, അത്തം നക്ഷത്രത്തിന് അമ്പഴം, ചിത്തിര നക്ഷത്രത്തിന് കൂവളം, ചോതി നക്ഷത്രത്തിന് മണിമരുത്, വിശാഖ നക്ഷത്രത്തിന് വയ്യങ്കത, അനിഴ നക്ഷത്രത്തിന് ഇലഞ്ഞി, കേട്ട നക്ഷത്രത്തിന് വെട്ടി, മൂല നക്ഷത്രത്തിന് കറുത്ത കുന്തിരിക്കം, പൂരാടം നക്ഷത്രത്തിന് ആറ്റുപാല, ഉത്രാടം നക്ഷത്രത്തിന് പ്ലാവ്, തിരുവോണം നക്ഷത്രത്തിന് എരുക്ക്, അവിട്ടം നക്ഷത്രത്തിന് മുരിങ്ങ, ചതയം നക്ഷത്രത്തിന് കടമ്പ്, പൂരിരുട്ടാതി നക്ഷത്രത്തിന് വേപ്പ്, ഉത്തിരട്ടാതി നക്ഷത്രത്തിന് മാവ്, രേവതി നക്ഷത്രത്തിന് ഇലിപ്പ. ഇത് 28 നക്ഷത്രങ്ങളുടെ വൃക്ഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവച്ചത്. ഇനിയും അടുത്ത ഒരു പ്രത്യേകത, ദശമൂലം. ഔഷധ ഗുണമുള്ള 10 സസ്യങ്ങളുടെ വേരുകളാണ് ദശമൂലം എന്നറിയപ്പെടുന്നത്. എല്ലാ